എന്താണ് ഇനി തുടർന്നുള്ള ചടങ്ങുകൾ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇനി നിവേദ്യ ചടങ്ങ് തന്നെയാണ് നടക്കാനുള്ളത്. 1:15 കൂടിയാണ് ഞാൻ പറഞ്ഞതുപോലെ നിവേദ്യ ചടങ്ങ് നടക്കാനുള്ളത്. ഇത് നമ്മുടെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളല്ലാതെ മറ്റ് ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ, താലപ്പൊലി ഉണ്ട്, അതുപോലെ തന്നെ കുത്തിയോട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ താലപ്പൊലി കുട്ടികൾ താലമേന്തി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. താലപ്പൊലി അങ്ങനെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് കുട്ടികളൊക്കെ തന്നെ, പെൺകുട്ടികളൊക്കെ തന്നെ താലപ്പൊലി എടുക്കുന്നുണ്ട്. മറ്റൊന്ന് കുത്തിയോട്ടമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വ്രതമനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കുത്തിയോട്ടത്തിനായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞു മക്കളുണ്ട്. കുത്തിയോട്ട ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ അനുഷ്ഠാനങ്ങളും മറ്റ് ചടങ്ങുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാളെയാണ് എഴുന്നള്ളത്ത് നടക്കുന്നത്. ആ എഴുന്നള്ളത്തിൽ കുത്തിയോട്ട കുട്ടികൾ ഈ പങ്കെടുക്കും. അതിനുവേണ്ടിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ഈ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ തന്നെ തുടർന്ന് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും മറുവശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊങ്കാലയും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നിവേദ്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഒരു വശത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകളും മറുവശത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട്. ഈ പൊങ്കാലയ്ക്ക് എത്തുന്നവരും ദേവീ ദർശനത്തിനായിട്ട് എത്തുന്നവരും മാത്രമല്ല, കുട്ടികളെയും കൊണ്ട് താലപ്പൊലിക്ക് വരുന്നവരുണ്ട്. അതുപോലെ തന്നെ കുത്തിയോട്ട കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. അത്തരത്തിൽ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു വലിയ ഉത്സവത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ തിരക്കുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട സുരക്ഷയും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അത് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ ഭാഗത്തു നിന്നായാലും മറ്റ് നമ്മുടെ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഭക്തലക്ഷങ്ങൾ പൊങ്കാലികൾ ചടങ്ങ് ഏകദേശം അവസാന ഘട്ടത്തോടടുത്തിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തികളൊക്കെ കഴിയാനായിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇതിന് ശേഷമായിരിക്കും നടക്കുക. സൂര്യ, അതേസമയം നേരത്തെ ശശിത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. ഓരോ കൊല്ലം കഴിയുന്തോറും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഈ ഗിന്നസ് റെക്കോർഡ് അടക്കം ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓരോ വർഷവും ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന തലത്തിലേക്കാണ് ഈ തലസ്ഥാന നഗരി പോകുന്ന കാഴ്ചയുള്ളത്. തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത്. ആ റെക്കോർഡൊക്കെ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രം നേരത്തെ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും സ്ത്രീകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോവിഡ് സമയത്തൊക്കെ വലിയ നിരാശയിലായിരുന്നു സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാനോ ഇതുപോലെ കൂട്ടായി ചേർന്ന് പൊങ്കാല ഇടാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിൽ പൊങ്കാല ഇട്ട് ആശ്വാസം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ എല്ലാവരും കൂടുതൽ സജീവമായിട്ട് വലിയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരക്കിൽ നിന്നും വലിയ സാധാരണഗതിയിൽ നിന്നും വലിയ പങ്കാളിത്തം ഇത്തവണ പൊങ്കാലയ്ക്ക് ഉണ്ടാകുമെന്ന് അധികൃതർ ഉൾപ്പെടെ നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ റെക്കോർഡുകളൊക്കെ നേരത്തെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് എല്ലാ വകുപ്പുകളുടെയും ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നതും. ശശി തരൂർ മാത്രമല്ല, ഈ വരുന്ന എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. എല്ലാ വർഷത്തേക്കാളും ഓരോ തവണയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടുകയാണ്. കൂടുതൽ ദേവിയെ വിശ്വസിച്ച് എത്തുന്ന പൊങ്കാല സമർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം കൂടുന്നു. കൂടുതൽ ആളുകൾ, അതായത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു കാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്ന്, നാഗർകോവിലിൽ നിന്ന് അടക്കമുള്ളവരെ നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് അടക്കം പൊങ്കാലയ്ക്ക് എത്തിയവരുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയി താമസിക്കുന്നവരാണെങ്കിൽ കൂടിയും ആറ്റുകാൽ പൊങ്കാല സമയത്ത് നാട്ടിലേക്ക് എത്തുകയും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്യുന്നത് അതവരുടെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് തന്നെ മാറി എന്ന് വേണം നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും യാത്ര ചെയ്ത് ഈ ഭയങ്കര ചൂടാണ്, ആ ചൂടത്തും ഈ കഷ്ടതകളൊക്കെ തന്നെ അനുഭവിച്ച് അവർ ഇവിടെ പൊങ്കാലയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. അതൊന്നും അവരെ ബാധിക്കുന്നില്ല ദേവിയോടുള്ള വിശ്വാസത്തിൽ, ദേവിയോടുള്ള സ്നേഹത്തിൽ എന്നുള്ളതാണ്. പൊങ്കാലയിട്ട് മടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു നിർവൃതി, അതിനിപ്പോൾ എത്ര ചൂടാണെങ്കിലും എത്ര യാത്ര ചെയ്താണ് വരുന്നതെങ്കിലും അതൊക്കെ മറികടക്കാൻ കഴിയും. എന്തൊക്കെ പ്രയാസമുണ്ടായാലും ദേവിയെ വന്ന് കണ്ട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് കഴിയുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ തന്നെ മാറും
എന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത്. നേരത്തെ ഞാൻ രാവിലെ മുതൽ പറയുന്നത് പോലെ ഇത് അത്തരത്തിലൊരു വിശ്വാസത്തിൻ്റെ കാര്യം മാത്രമല്ല എന്നുള്ളതാണ്. ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ഈ ഭക്തരും ആറ്റുകാൽ ദേവിയും തമ്മിലുണ്ട്. അത് തന്നെയാണ് അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നതും ആറ്റുകാൽ പൊങ്കാലയ്ക്കടക്കം പങ്കെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും എന്നൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇനി ബാക്കിയുള്ളത് നിവേദ്യ ചടങ്ങാണ്. 1:15 കൂടിയായിരിക്കും നിവേദ്യ ചടങ്ങ് നടക്കുക. ഈ ക്ഷേത്ര മേൽശാന്തി പണ്ടാര അടുപ്പിൽ പൊങ്കാല നിവേദിക്കും. അതിനുശേഷം ഈ വിവിധ പ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ പൊങ്കാല ഇടുന്നവർ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും നേരത്തെ ഈ അമ്പലത്തിൽ നിന്നും തീരുമാനിച്ചിട്ട് ഉള്ളവരാണ് ഈ നിവേദിക്കുക എന്നുള്ളതാണ്. ആ നിവേദ്യ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഓരോരുത്തരും തങ്ങളുടെ പൊങ്കാലയുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുക. തീർച്ചയായും ആറ്റുകാൽ പൊങ്കാലയിടൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിനി നിവേദ്യത്തിനുള്ള കാത്തിരിപ്പാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, എന്തായാലും ക്ഷേത്രവും തലസ്ഥാന നഗരി അടക്കം ഫുൾ ഭക്തരായി നിറഞ്ഞിരിക്കുകയാണ്. ഭക്തി സാന്ദ്രമാണ് തിരുവനന്തപുരം നഗരി.